എല്ലാ അനുഗ്രഹങ്ങളും വീഡിയോ ചെയ്ത് നാട്ടുകാരെ അറിയിക്കാനുള്ളതല്ലടോ. ചില അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ സ്വപ്നങ്ങളായിരുന്നു, അല്ലെ, ഏറ്റവും വലിയ സ്വപ്നങ്ങളായിരുന്നു. ഒരു മനോഹരമായ ഒരു വീട്, നല്ലൊരു ജോലി, അതുപോലെ ആഫിയത്തുള്ള നല്ലൊരു ശരീരം, അതുപോലെ കാറ്, നമ്മുടെ വാഹനങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഷോപ്പ്, നമ്മുടെ വസ്ത്രങ്ങൾ, അങ്ങനെ എന്തെല്ലാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുണ്ടോ നമ്മൾ സ്വപ്നമായിട്ട് കണ്ട് റബ്ബിൽ നിന്ന് നേടിയെടുത്തത് നമ്മളൊരു പക്ഷേ ജനങ്ങളെ കാണിക്കുമ്പോൾ എല്ലാവരും മാഷാ അള്ളാഹ് തബാറക്കല്ലാ എന്ന സന്തോഷത്തോടെ പറഞ്ഞോളണമെന്നില്ല. ചില ആളുകൾക്കെങ്കിലും അസൂയ ഉണ്ടാവും. ആ അസൂയയിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്താണ് പരിശുദ്ധ ഖുർആനാണ്. അസൂയാവാഹകരിൽ നിന്നുള്ള ഏറ്റവും വലിയ ഷർറ് അത് കണ്ണേറാണ്. അത് ഭവിക്കന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും എല്ലായിടത്തും ഷെയർ ചെയ്യരുത്, സ്റ്റാറ്റസ് ഇടരുത്. ചില അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ അത് റബ്ബിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് സൂക്ഷിച്ചു വെക്കണം. കണ്ണേറ് പറ്റിയാൽ നമുക്ക് തളർച്ച ഉണ്ടാവും. നമുക്ക് ചെയ്യുന്ന ജോലിയിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ തോന്നും. മൊത്തത്തിലൊരു മരവിപ്പ്, ഒരു വെറുപ്പ്, ഒരു മടി, ഇതൊക്കെ നമുക്ക് വല്ലാതെ ഉണ്ടാവും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ മരുന്നാണ് അതിന് ഏറ്റവും വലിയ മരുന്ന്. വേറെ മരുന്നില്ല. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എല്ലാ കണ്ണേറുകളെ തൊട്ടും, എല്ലാ അസൂയവാഹകരുടെ ഷർറിനെ തൊട്ടും, എല്ലാ രാക്ഷസ പിടിമുറുക്കത്തെ തൊട്ടും എന്ന് പറഞ്ഞാൽ നമ്മോട് വെറുപ്പും അസൂയയും അതുവുമുള്ള ആളുകളുടെ ഒക്കെ ഷർറിനെ തൊട്ട്, അതുപോലെ നമുക്ക് ഭവിക്കാവുന്ന മറ്റു ഇഴജന്തുക്കളുടെ, അതുപോലെ പിടിമൃഗങ്ങളുടെ ഒക്കെ ഷർറുകൾ, അതിനെ തൊട്ടൊക്കെ റബ്ബേ നിന്റെ പരിശുദ്ധ കലാമ കൊണ്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു.